friends. Today's you wanna come my home or no? I tell you, I buy toys for you. Hello friends. Hello friends. Welcome back to our YouTube channel. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ അടുത്തായിട്ടാണല്ലോ ഇങ്ങോട്ട് മാറിയത്. അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് സ്ഥലമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി നമുക്ക് വെക്കാനും പറ്റില്ല. കാരണം നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാനഡയിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരുപാട് പൈസയൊന്നും അതിൽ മുടക്കേണ്ട കാര്യമില്ലയെന്ന്. ഞങ്ങൾ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. മെയിനായിട്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയത് ടെമൂന്നാണ്. എല്ലാവർക്കും അറിയണ്ടാവും, നമുക്ക് വില കുറവിൽ ടെമൂന്ന് സാധനങ്ങൾ കിട്ടും. വലിയ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ടെമൂന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട്. ചിലവർക്കൊന്നും നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ റിവ്യൂ മൊത്തം നോക്കി വാങ്ങിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ടെമൂൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞങ്ങൾ വാങ്ങിയത് കാണിച്ചു തരികയെന്ന് മാത്രം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. വാൾമാർട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ വാൾമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇതൊക്കെയായിരുന്നു ആദ്യം വാങ്ങിയത്. ഇത് ഹാങ്ങിങ് ക്ലോസറ്റാണ്, നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നത്. പിന്നീട് കുറച്ച് ഗ്ലാസ് ജാർ വാങ്ങി. ഉപ്പും മുളകൊന്നും ഇട്ട് വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ പ്ലേറ്റ് ഒക്കെ ഉണക്കാൻ പറ്റിയൊരു റാക്കും വാങ്ങി. കാനഡയിലെ വീട്ടിലും നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പൊട്ടുന്നതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അവിടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് പോന്നു. ഇത് വാങ്ങുന്നവരെ എല്ലാം നമ്മൾ പുറത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പാക്കറ്റായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ കുപ്പിയിലാക്കി വെക്കാം. ഇതാ ഞാൻ ഓരോ പൊടികളായിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഷെൽഫിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നും ഓർഗനൈസ്ഡ് അല്ല, എല്ലാം അവിടെ ഇവിടെയായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇനി നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇതാ നമ്മുടെ ഫസ്റ്റ് ടെമു പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. മീർക്കുട്ടി വളരെ വാശിയിലാണ് ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവളുടെ വിചാരം ഇത് ടോയ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ ഷൂ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഷൂ റാക്കാണ്. അവളുടെ വാശിയിൽ വേറെ വഴിയില്ലാതെ പ്രജേട്ടൻ അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്യേണ്ടി വന്നപ്പോൾ ഈ പെട്ടിയിൽ ഇതുപോലെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി മുഴുവൻ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു ഷൂ റാക്ക് ആക്കണം. അത് നമ്മുടെ ടാസ്ക്കാണ്. പ്രജേട്ടൻ അപ്പോഴാണ് ഇരുന്നതാണ് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇതിന് $10 എത്രയാണ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രതീക്ഷിക്കാൻ പാടും കേട്ടോ. ആ ഷൂ വയ്ക്കുന്ന ഭാഗമൊക്കെ ഒരു ഷീറ്റാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ ഇതൊക്കെ ധാരാളമാണ്. മിഴുക്കുട്ടി ഫുൾ ടൈം അച്ഛന് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക്. നമുക്കതിൽ എന്തെങ്കിലും തൂക്കിയിടണമെങ്കിൽ തൂക്കിടാം. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായി യൂസ് ചെയ്യണു. ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയതാണ്. ഇതാ നമ്മുടെ ഓർഡർ ചെയ്ത അടുത്ത സാധനവും എത്തിയിട്ടുണ്ട്. ഇതും ഞങ്ങൾ ടെമൂന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മിഴിക്കുട്ടിക്കുള്ളതായിരുന്നു. മിഴിക്കുട്ടിയുടെ ടോയ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫായിരുന്നു. ഇത് ശരിക്കും ഒരു മൾട്ടിപർപ്പസ് ഷെൽഫാണ്. നമ്മുടെ ഡ്രസ്സുകളും വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഞങ്ങളിപ്പോൾ ഇത് മിഴിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവൻ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു ഷെൽഫാക്കണം. കുറച്ച് പണിയുണ്ട്. പ്രജേട്ടൻ ഷൂ റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മാനുവലോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഉണ്ടാവും. അതിലുണ്ടാവും ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി ഞാനിതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട്.
ഇത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് നിസ്സാരാണ്, മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ചെയ്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത്. പക്ഷേ അതത്ര നിസ്സാരമൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറേ ടൈം എടുത്തു. കൈയും നല്ല വേദന ഉണ്ടായിരുന്നു അത് അമർത്തി ഫിറ്റ് ചെയ്യുമ്പോൾ. ഇതാ കുറേയേറെ സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. ഇനി മിഴിക്കൂട്ടിയുടെ ടോയ്സ് ഒക്കെ ഇതിലേക്ക് എടുത്തു വയ്ക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. ഇനി ഇത് മിഴിക്കൂട്ടിയുടെ ടോയ്സ് എടുത്തു വെക്കാനുള്ളതാണ്. ടോയ്സ് എല്ലാം ഇതിലിടുമോ? ആ, നിനക്ക് അമ്മ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാ നമ്മുടെ അടുത്ത ഓർഡർ ചെയ്ത സാധനങ്ങളും കിട്ടി. ഇതിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഓർഡർ ചെയ്തത് ഞാൻ ടെമൂന്ന് തന്നെയാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങുക, റിവ്യൂസ് നോക്കി വാങ്ങാന്നേ ഉള്ളൂ. That's for you. Yes. ഉണ്ണിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ആ ഉണ്ണിക്കാണ് കേട്ടോ, ഉണ്ണിക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. Thank you, Mama. I like that. I like that, Mama. ബുക്ക്, ഉണ്ണിക്ക് എഴുതി പഠിക്കാനുള്ള ബുക്ക്. ഓക്കെ, അത് നമ്മുടെ ഇത് ടോയ്ലറ്റ് ബ്രഷ്. നിക്കില്ലേ, ഇത് നിക്കില്ലേ. ആ എടാ, ടോയ്ലറ്റ് ബ്രഷ് അല്ലേ. TV റിമോട്ട്. Oh, nice. ആ ഇത് എൻ്റെ സ്പൂണ്. Oh, nice. Nice. Yummy. A big? A big? Oh, I like that big. It's like bread in there, Mom. ഇത് ഞാൻ കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു പാത്രമാണ് കേട്ടോ. ഇത് എൻ്റെ റീൽസിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓ, ഇത് സ്റ്റൗവിൻ്റെ സൈഡ് വെച്ചാലോ. Acha, open this. And something there. And some. ഇത് ഞാൻ നമ്മുടെ സ്പൂണ്, കത്തി, സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസർ വാങ്ങിയതാണ്. ഇത് വളരെയധികം യൂസ്ഫുള്ളായിരുന്നു. എൻ്റെ എല്ലാം ആ ഒരു ഡ്രോയിൽ കിടക്കായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ പിങ്ക് കളറുള്ളതും ഞാൻ ഓയിലൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ ക്ലാസ് ഫോട്ടുമെല്ലാം ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് അടുത്ത ടെമു പ്രൊഡക്റ്റാണ്. ഞങ്ങൾ ടെമുവിൽ നിന്ന് വാങ്ങിയതിലെ ഏറ്റവും അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു ഇതെന്ന് ഞങ്ങൾ പറയും. കാരണം $30 എന്തായിരുന്നു ഇതിന് ടെമുവിലുണ്ടായിരുന്നത്. ഈ $30 ഇവിടെ ഈ സാധനം കിട്ടാൻ വളരെ കഷ്ടമാണ്. $30 കൊടുത്തു വെച്ചാലും നല്ല ക്വാളിറ്റി ആയിരുന്നു. എൻ്റെ കിച്ചണിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സ്ഥലം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ്. അതെന്തായാലും വെർത്തായി എന്ന് ഞാൻ പറയും. ഇത് ഫിറ്റ് ചെയ്യലും ഒരു മെനക്കെട്ട പരിപാടി തന്നെയായിരുന്നു കേട്ടോ. ആ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ച് ഓരോന്നും അടുക്കി പെറുക്കാൻ തന്നെ നല്ല കഷ്ടപ്പെട്ടു. പുറത്തായതുകൊണ്ട് പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റൂ. ഈ ഒരു സ്പേസിലാണ് കേട്ടോ നമ്മളിത് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുൻപ് ഈ സാധനങ്ങളൊക്കെ ഞാൻ ആ സ്പേസിൽ ഇങ്ങനെ ഈ കടലാസ് പെട്ടിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് ഫുൾ ഒഴിച്ച് നമുക്കെല്ലാം നമ്മുടെ ഈ റാക്കിലേക്ക് മാറ്റാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ പ്രൊഡക്റ്റ്. നന്നായിട്ടില്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ.